നമസ്കാരം. പൊതുജനം കഴുതയല്ല സാർ. ഇടതുകോട്ടകളെ നിലം പരിശാക്കിക്കൊണ്ടായിരുന്നു ലോക്സഭാ ഇലക്ഷൻ ഫലം പുറത്തുവന്നത്. ഇടതു ശക്തി കേന്ദ്രങ്ങളെല്ലാം അടപടലം വീണു. ചുവന്ന മണ്ണുകളെല്ലാം ഒരു ദിവസം കൊണ്ട് കാലിനടിയിൽ നിന്ന് ഒലിച്ചുപോയി. CPM-ന് കണ്ണു കിട്ടാതിരിക്കാൻ മാത്രം ആലത്തൂർ പിടിച്ചടക്കിയ കെ രാധാകൃഷ്ണൻ പോലും മൗനത്തിലാണ്. പറയാനുള്ളത് ഒന്നു മാത്രം: മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി ആ കസേരയിലിരിക്കാൻ യോഗ്യനാണോ എന്നത് സ്വയം ഒരാത്മപരിശോധന നടത്തേണ്ട കാര്യമായിരിക്കുന്നു. ജനം വിധി എഴുതി കഴിഞ്ഞു. ആര് ഭരിക്കണം എന്നത് ജനത്തിന്റെ തീരുമാനം വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രി കസേര കെ രാധാകൃഷ്ണന് നൽകി പിണറായി വിജയൻ ആ സ്ഥാനം ഒഴിഞ്ഞു പോകണം. MP സ്ഥാനം ആര് വേണമെങ്കിലും എടുത്തോട്ടെ. ഇനി കേരളത്തിൽ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ യോഗ്യൻ കെ രാധാകൃഷ്ണൻ തന്നെയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. BJP-യുടെ ഭൂരിപക്ഷം പോലും CPM-ന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ ഒതുങ്ങേണ്ട അന്തിചർച്ചകളല്ല, മറിച്ച് രാജിവെച്ച് പുറത്തു പോകേണ്ട സംഭവമാണ്. ഇത്രയും നാണക്കേട് ഭരണത്തിലിരുന്ന് വാങ്ങുന്ന ആദ്യത്തെ സർക്കാരായി ഇടതുപക്ഷ സർക്കാർ മാറുകയാണ്. പിണറായി വിരുദ്ധതയും ഭരണവിരുദ്ധതയും ഒക്കെ കേരളത്തിൽ ആഞ്ഞടിച്ചുവെന്ന് ഇതിലൂടെ വ്യക്തമാണ്. CPM കോട്ടകളെ ചീട്ടുകൊട്ടാരം പോലെ തകർത്തെറിഞ്ഞാണ് കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിച്ചത്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച തിരഞ്ഞെടുപ്പിൽ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തോടെ UDF സ്ഥാനാർത്ഥികളിൽ ഭൂരിപക്ഷം പേരും വിജയക്കൊടി പാറിച്ചു. BJP-യും വലിയ വോട്ട് ബാങ്ക് ഉണ്ടാക്കിയതും ഇടതു സർക്കാരിന് ശക്തമായ താക്കീതായി മാറി. ഇടതു സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും സ്വജനപക്ഷപാതത്തിനും എതിരെയുള്ള ശക്തമായ ജനകീയ പ്രതിഷേധമായി ജനവിധി മാറി. ചേരിതിരിവിന്റെയും ഭിന്നിപ്പിന്റെയും രാഷ്ട്രീയം പരീക്ഷിച്ച CPM-ന് തിരിച്ചടി നൽകിയാണ് UDF വിജയം നേടിയത്. ഒപ്പം BJP-യുടെ നേട്ടം അവരെ അസ്വസ്ഥമാക്കുന്നു. ലക്ഷങ്ങളുടെ ഭൂരിപക്ഷവുമായി വടക്കൻ കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും ET മുഹമ്മദ് ബഷീറിന്റെയും ഭൂരിപക്ഷം 3 ലക്ഷം കടന്നു. എറണാകുളത്ത് ഹൈബി ഈഡനും പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനിയും 2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടി സർവാധിപത്യം തെളിയിച്ചു. KPCC അധ്യക്ഷൻ K സുധാകരനും ഷാഫി പറമ്പിലും ഡീൻ കുര്യാക്കോസും MK രാഘവനും NK പ്രേമചന്ദ്രനും 1 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടിയാണ് വിജയഗാഥ രചിച്ചത്. KC വേണുഗോപാലും രാജ്മോഹൻ ഉണ്ണിത്താനും ഫ്രാൻസിസ് ജോർജും ആന്റോ ആന്റണിയും ബെന്നി ബെഹനാനും VK ശ്രീകണ്ഠനും 1/2 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷവുമായാണ് UDF തേരോട്ടം നയിച്ചത്. BJP പണമൊഴുക്കി വോട്ട് വാങ്ങിയെന്ന ആരോപണം ഉന്നയിക്കുന്നവർ തെളിവുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണമെന്നാണ് V മുരളീധരൻ ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് പറയുന്നത്. ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ ചാഞ്ചല്യം ഉണ്ടാക്കി എന്ന് പറയുന്ന CPM ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് മനസ്സിലാക്കാതെ എതിർ സ്ഥാനാർത്ഥികൾ ആറ്റിങ്ങലിലെ വോട്ടർമാരെ മോശക്കാരാക്കുന്നുവെന്നും V മുരളീധരൻ പറയുന്നു. സ്വന്തം നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും വോട്ടർമാർ തിരസ്കരിച്ചതിന് CPM അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നരേന്ദ്രമോദിയുടെ പദ്ധതികളെ ജനം സ്വീകരിച്ചതും അഴിമതിക്കെതിരായ ജനവികാരവും കാരണഭൂതന്റെ കൊള്ളയോടുള്ള അമർഷവുമാണ് ആറ്റിങ്ങലിൽ തനിക്ക് ചരിത്ര മുന്നേറ്റം സാധ്യമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ മേളകളിലും കേന്ദ്ര ധനമന്ത്രി പങ്കെടുത്ത പരിപാടികളിലുമെല്ലാം സിറ്റിംഗ് MP അടൂർ പ്രകാശിന് ക്ഷണമുണ്ടായിരുന്നു. അന്ന് തിരിഞ്ഞു നോക്കാത്തയാൾ ഇന്ന് ആരോപണവുമായി വന്നിരിക്കുന്നു. ഒരു കോർപ്പറേറ്റുകളുടെയും മാധ്യമങ്ങളുടെയും യൂട്യൂബർമാരുടെയും പിന്തുണയില്ലാതെയാണ് ആറ്റിങ്ങലിൽ BJP മത്സരത്തിനിറങ്ങിയതെന്ന് മുരളീധരൻ പറഞ്ഞു. ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാനും 7% വോട്ട് ഉയർത്താനും സാധിച്ചു. 2019-ലെ പ്രകടനം BJP-ക്ക് സാധ്യമല്ല എന്ന പ്രവചനങ്ങൾ തെറ്റി. അതിന് ജനങ്ങളോട് നന്ദി പറയുന്നുവെന്നും മണ്ഡലത്തിൽ തന്നെ തുടരുമെന്നും V മുരളീധരൻ പ്രതികരിച്ചു.